വിഷമിച്ചിരിക്കുന്നു. ഞാൻ നൈസായിട്ട് പപ്പ വിളിച്ചു ചോദിച്ചപ്പോ പപ്പ ആദ്യം പറഞ്ഞ് നടക്കത്തില്ല, ഇപ്പൊ കണ്ടില്ലേ ആ രീതി പൊക്കോ. അപ്പൊ പിന്നെ എന്താ അമ്മയടുത്ത് കണ്ട് ചോദിച്ചു. അതെന്താ തങ്കച്ചൻ ചേട്ടാ അങ്ങനെ ഒരു ടോക്ക്? ഇപ്പൊ കണ്ടില്ലേ ആ രീതിയിൽ പൊക്കോ. അതായത് കൊച്ചിനെ കണ്ടല്ലോ, കണ്ടെങ്കിൽ ആ വഴി പൊക്കോളാം, കണ്ടു കഴിഞ്ഞെങ്കിൽ പൊക്കോ എന്നുള്ള ഒരു രീതിയിൽ പറയാനായിട്ട് എന്ത് അധികാരമാണ് നിങ്ങൾക്കുള്ളത്? നാണമില്ലേ? ഞാരിയാങ്കുഴിയിൽ ഒരു കോളനിയിൽ വാടക പോലും കൊടുക്കാതെ വാടക വീട്ടിൽ താമസിച്ചിട്ട് നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞാൽ കിച്ചുവിൻ്റെ പേരിലുള്ള വീട്ടിൽ വന്ന് സുഖജീവിതം നയിക്കുന്ന നിങ്ങൾക്ക് യാതൊരു നാണവും ഉളുപ്പുമില്ലേ ആ കൊച്ചിനോട് ഇങ്ങനെ പറയാനായിട്ട്? കൊച്ചിനെ കണ്ടില്ലേ ഇനി പൊക്കോന്ന്. നാണമുണ്ടോ മനുഷ്യ നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ? നിങ്ങൾ കൊടുത്ത ഒരു ഇൻ്റർവ്യൂ, പണ്ട് നിങ്ങളൊരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നോ? അച്ഛനും മോളും കൂടെ ഒക്കെ ചേർന്നിട്ടുള്ള ഇൻ്റർവ്യൂ. അന്ന് ഞങ്ങൾ കണ്ടായിരുന്നോ നിങ്ങൾക്ക് എത്രത്തോളം ഹുങ്ക് ഉണ്ട് എന്നുള്ളത്. അപ്പം ആ ഒരു ഹുങ്ക് നിങ്ങൾ ഈ കൊച്ചനോട് കാണിക്കാൻ നിൽക്കണ്ട. അവൻ്റെ പേരിലുള്ള അവന് കിട്ടിയ വീട്ടിൽ അവൻ മാത്രം അവകാശമുള്ള ഇളയ കൊച്ചിന് അവകാശമുണ്ട്, പക്ഷെ അത് മൈനറാണ്. അപ്പം അവൻ ഇപ്പം നിലവിൽ ആ വീടിൻ്റെ പൂർണ്ണ അവകാശി കിച്ചു തന്നെയാണ്. ഇളയ കൊച്ചിന് ഇല്ല എന്ന് പറയുന്നില്ല, മൈനർ ആയതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ പൂർണ്ണ അവകാശി കിച്ചുവാണ്. അപ്പം അങ്ങനെയുള്ള ഒരു കൊച്ചിനോട് പൊക്കോ എന്ന് പറയാനായിട്ട് യാതൊരുവിധ ഉളുപ്പും തോന്നുന്നില്ലേ മിസ്റ്റർ നിങ്ങൾക്ക്? അമ്മേനെ വിളിച്ച് ചോദിച്ചപ്പോൾ അമ്മ കൊണ്ടുപോക്കോളം പറഞ്ഞ അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോയതാണ്. അങ്ങനെ അമ്മയ്ക്ക് അതേ നിവൃത്തിയുള്ളൂ. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അമ്മ പെട്ടുപോവില്ലേ? കാരണം കിച്ചുവിൻ്റെ ഒരു തുറന്നു പറച്ചിലിൽ തന്നെ അമ്മ ഫ്ലാറ്റായി. ഇനിയും കിച്ചുവിനെ എതിർക്കാൻ പറ്റുമോ? കൊടുത്തുവിടാതിരിക്കാൻ പറ്റുമോ? നേരെ വിളിച്ച് ഞങ്ങളെ കൊണ്ടുപോയി. എല്ലാരെയും പിന്നെ രമ്യ ചേച്ചി വിളിച്ച് എന്റെ പിള്ളേരെ എവിടെ കൊണ്ടുപോകണമെന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് പറയാനുള്ള ഇനി ഒരുത്തരെ മാത്രമായിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റും. ഞാൻ പണ്ടോട്ട് കാണുന്നതാണെങ്കിൽ ഇവര് 3 പേരെ, അപ്പം എനിക്ക് 3 പേരായിട്ടേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പം ആ രീതി കൊണ്ടുപോയതാ. പിന്നെ ഈ 5 മിനിറ്റ് 10 മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ വിളിച്ചോണ്ട് ഇപ്പുണ്ടായിരുന്നു. അവരെ മാത്രമായിട്ട് കൊണ്ടുപോകാൻ തോന്നിയില്ല, കാരണം ഞാൻ വലിയ സാധനം. അത് ന്യായം. അവരുടെ കൊച്ചിനെ എന്തിനു കൊണ്ടുപോയി എന്ന് ചോദിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. പക്ഷേ ഇതിനു മുമ്പും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പും കിച്ചു വരുമ്പം ഈ 3 കുട്ടികൾക്കും വേണ്ടിയിട്ടാണ് സാധനം മേടിച്ചുകൊണ്ട് വരുന്നതും 3 കുട്ടികളെയും കൊണ്ടാണ് പുറത്ത് പോകുന്നതും. നമ്മൾ പല വീഡിയോയിലും കണ്ടിട്ടുള്ളതാണ്. ഇതിനു മുമ്പും കിച്ചു പുറത്ത് പോകുമ്പോൾ ഈ കുട്ടികളെയും കൊണ്ടാണ് പോയിട്ടുള്ളത്. അപ്പോഴൊന്നും ഇല്ലാത്ത ഒരു ചോദ്യം എന്താണ് രമ്യ ചേച്ചി ഇപ്പോൾ? വേറൊന്നുമല്ല, കിച്ചുവിൻ്റെ ആ തുറന്നു പറച്ചിൽ എല്ലാവരുടെ ഉള്ളിലും നല്ല അമർഷവും ദേഷ്യവും ഉണ്ട്. പക്ഷെ കാണിക്കാൻ പാടില്ല, സോഷ്യൽ മീഡിയ വലിച്ചു കീറി കളയില്ലേ, അതുകൊണ്ട് കാണിക്കുന്നില്ല എന്ന് മാത്രം. അവനെ മാത്രം കൊണ്ടുപോകാനായിട്ട് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് കൊണ്ടുപോയതാണ്. പിള്ളേരല്ല നമുക്ക് നമ്മളെ സ്വന്തം. എന്താ അറിയാ സർപ്രൈസ്. അപ്പൊ കിച്ചു വീട്ടിലേക്ക് വരുന്ന ആ ഒരു രംഗമാണ്. അപ്പൊ ഇത് നമുക്ക് ഇതിനകത്ത് 1-2 പോയിന്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഭാഗം എടുത്തിട്ടുള്ളത്. വന്നിട്ടുണ്ട്. എല്ലാരും ചെരുപ്പുണ്ടോ അവിടെ? എല്ലാരും ഉണ്ട്. ഓക്കെ, എന്തിനാ പിള്ളേരെ നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത്? ആ വീട്ടിലോട്ട് കയറി ചെല്ലാൻ നിങ്ങൾ എന്തിനാണ് മടിക്കുന്നത്? ആ വീടിന്റെ ഒരേ ഒരു അവകാശിയാണ്. അപ്പൊ കിച്ചു എന്തിനാണ് പേടിക്കുന്നത്? കിച്ചു അങ്ങനെ തുറന്ന് പറഞ്ഞത് കിച്ചു അനുഭവിച്ച കാര്യങ്ങളാണ്. അത് മാത്രമല്ല, കിച്ചു ഒന്ന് വിചാരിച്ചാൽ കിച്ചു ആ വീട്ടിൽ താമസിക്കട്ടെ. കിച്ചു വിചാരിച്ചിട്ട് മാറി നിൽക്കുന്നതല്ലേ? കിച്ചു ആ വീട്ടിൽ താമസിച്ചാൽ കിച്ചുവും കൊല്ലം സുധിയുടെ അമ്മയും ആ വീട്ടിൽ താമസിക്കാൻ തയ്യാറായ ഈ പറഞ്ഞ തങ്കച്ചനൊക്കെ എപ്പോഴേ ഔട്ട്. അവിടുത്തെ ഒരേ ഒരു അവകാശി, താമസിക്കാൻ യോഗ്യനായിട്ടുള്ള ഒരാൾ കിച്ചുവാണ്. അപ്പം അങ്ങനെയുള്ള കിച്ചു എന്തിനാണ് അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ പേടിക്കുന്നത്? തുറന്നു പറയേണ്ട കാര്യങ്ങൾ തുറന്നു പറയണം, അതിന് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നീട് നമ്മൾ അവരെ നേരെ നോക്കാനോ അഭിമുഖീകരിക്കാനോ യാതൊരു മടിയും വേണ്ട. അത് മാത്രമല്ല, കിച്ചുവിൻ്റെ വീടാണത്. അതെങ്കിലും കിച്ചു ഒന്ന് മനസ്സിലാക്ക്. കിച്ചുവിൻ്റെ വീട്, അവിടെ താമസിക്കേണ്ട ഒരാൾ കിച്ചുവാണ്. കിച്ചുവിനെ മറ്റേ കുട്ടിയെ ഓർത്തിട്ട് മാത്രമാണ് ഇന്ന് ആ വീടും ആ സ്ഥലവും നിങ്ങൾക്ക് പലരും ദാനമായിട്ട് തന്നിട്ടുള്ളത്. നിങ്ങളെ ഓർത്ത് മാത്രം. അല്ലാതെ അവിടെ ഈ പറഞ്ഞ തങ്കച്ചനും രമ്യയും അല്ലെങ്കിൽ ഈ രേണുസുതിയും മറ്റുള്ളവരും കയറി അവർക്ക് താമസിക്കാനോ അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ അവർക്ക് വാഴാനോ അല്ല. നിങ്ങൾ 2 കുട്ടികൾക്ക് വേണ്ടി മാത്രം തന്ന വീടാണ്.
അപ്പം നിങ്ങൾ അവിടേക്ക് പോകുന്നതിന് യാതൊരുവിധ പേടിയും നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ധൈര്യത്തെ അവിടെ ചെല്ലാം. ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അവരാണ് അവിടുത്തെ അതിഥികൾ, നിങ്ങളല്ല. അവിടെ ആരൊക്കെ നിൽക്കുന്നുണ്ടോ അവർ ആ വീട്ടിലെ അതിഥികളും നിങ്ങൾ ആ വീട്ടിലെ വീട്ടുകാരനുമാണ്. ഇനിയെങ്കിലും കിച്ചു അതൊന്ന് മനസ്സിലാക്കുക. ഇപ്പം തന്നെ ഞാനൊക്കെ ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഈ കുട്ടി ഇത്രയധികം പ്രശ്നങ്ങളുണ്ടായിട്ട് ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. ഒറ്റയ്ക്ക് നിൽക്കാൻ ഒരിക്കലും പറയത്തില്ല, അത് സേഫ് അല്ല. ഒന്നുകിൽ അച്ഛമ്മയായിട്ട് കുട്ടിക്ക് അവിടെ വന്ന് നിൽക്കാം, നിങ്ങളുടെ വീടാണത്. ആ വീട് അങ്ങനെ കൈവിട്ട് കളയേണ്ട ഒരു കാര്യവുമില്ല. കാരണം ഇത്രയും നല്ലൊരു വീടുള്ളപ്പോൾ മറ്റൊരു വീട്ടിൽ പോയി നിൽക്കേണ്ട കാര്യവും കിച്ചുവിനില്ല. കിച്ചുവിൻ്റെ അച്ഛമ്മ മാത്രം ഒന്ന് വിചാരിച്ചാൽ മതി. കാരണം ഒറ്റയ്ക്ക് ആ വീട്ടിൽ കൊച്ചു നിൽക്കുന്നത് ഒട്ടും സേഫ് അല്ല. പല രീതിയിലും കൊച്ചിനെ ആക്രമിക്കുക ശാരീരികമായിട്ടല്ല, പല രീതിയിലും കെണിയിൽപ്പെടുത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കിച്ചു ഒറ്റയ്ക്ക് അവിടെ നിൽക്കുന്നത് സേഫ് അല്ല ഇത്രയും ആൾക്കാരുടെ കൂടെ. അപ്പോൾ കിച്ചുവിൻ്റേതായിട്ടുള്ള, അതായത് കൊല്ലം സുധിയുടെ അമ്മ കൂടെ വരികയാണെങ്കിൽ കിച്ചു അവിടെ താമസിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം യഥാർത്ഥ അവകാശികൾ പുറത്തും യാതൊരുവിധ അവകാശമില്ലാത്തവർ അകത്തും എന്ന രീതിയിലാണ്. ഇതൊക്കെ കാണുമ്പോൾ നമ്മളൊന്ന് പറഞ്ഞു പോകും, നമുക്കെന്താ ഈ കാര്യം ഇതിലെന്താണ് അഭിപ്രായം പറയാമെന്ന് ചോദിച്ചാൽ ഈ വീഡിയോയിൽ കണ്ട കാര്യങ്ങൾക്കാണ് അഭിപ്രായം പറയുന്നത്. കിച്ചു വിട്ട വീഡിയോയിൽ 1-2 പോയിന്റുകൾ ഉണ്ടായിരുന്നു, പറയേണ്ടതായിട്ടുള്ള ഒരു പോയിന്റുകളുണ്ട്. അപ്പോൾ അത് എടുത്ത് പറഞ്ഞേ മതിയാവൂ. അതുകൊണ്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. ആരെങ്കിലുമൊക്കെ വേണ്ടേ ആരുമില്ലാത്തവർക്ക് സംസാരിക്കാനായിട്ട്? പിന്നെ അത് മാത്രമല്ല, ഈ കൊച്ചിനെ കാണാനായിട്ട് കിച്ചുവിന് ആരുടെയും അനുവാദം വേണ്ട. നിന്റെ സ്വന്തം അനുജനാണ്, നിന്റെ ചോരയാണ്, ആരുടെയും അനുവാദം വേണ്ട. ആ കൊച്ച് സത്യം പറഞ്ഞാൽ കിച്ചുവിൻ്റെ കൂടെ ഉള്ളപ്പോഴാണ് നന്നായിട്ടൊന്ന് ചിരിച്ച് നല്ല രീതിയിൽ സന്തോഷിക്കുന്നത് കണ്ടിട്ടുള്ളത്. അല്ലാതെ പല വീഡിയോയും ഈ രേണുസുതി പങ്കുവെക്കാറുണ്ട്, അല്ലാതെ നമ്മൾ കണ്ടിട്ടുണ്ട്. പല യൂട്യൂബർമാർ വെച്ച് എടുത്തിട്ടുള്ള വീഡിയോസും കണ്ടിട്ടുണ്ട്. കൊച്ചു നാണം കുണുങ്ങി എവിടെയൊക്കെ നിൽക്കുന്നതേ കണ്ടിട്ടുള്ളൂ, ഒന്നെങ്കിൽ ഫോണിൽ നോക്കി നിൽക്കും. പക്ഷേ കിച്ചുവിനോടൊപ്പമുള്ള നിമിഷമാണ് ഈ കൊച്ചി ഏറ്റവും അധികം സന്തോഷിച്ചും ചിരിച്ചും നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും ചേട്ടനും അനിയനും ഒരുമിച്ച് തന്നെയാണ് നിൽക്കേണ്ടത്. അത് ഇളയ കൊച്ചിനും നല്ലത് തന്നെയാണ്. അല്ലെന്നുണ്ടെങ്കിൽ അമ്മയുടെ വഴിക്ക് ഇങ്ങനെ നടക്കുന്നു, വീട്ടുകാർ ഇങ്ങനെ നടക്കുന്നു, കൊച്ച് ലാസ്റ്റ് ഫോണിന് അഡിക്റ്റ് ആയിപ്പോൾ. അന്ന് എയർപോർട്ടിൽ വെച്ചിട്ടുള്ള വീഡിയോ കണ്ടതാണല്ലോ. അപ്പം കിച്ചു ശരിയായിട്ടുള്ളൊരു തീരുമാനം തന്നെ എടുക്കണം. ആ വീട് ഒരിക്കലും കൈവിട്ട് കളയരുത്. ഇത്രയും വലിയൊരു വീട് നിനക്ക് സമ്പാദിക്കാം, നിനക്ക് കാശുണ്ടാക്കാം, യൂട്യൂബിൽ നിന്നും വരുമാനം ഉണ്ടാകും, പഠിച്ച് നല്ലൊരു ജോലി സമ്പാദിച്ച് അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടിട്ടാണേലും വീടൊക്കെ വെക്കാം. പക്ഷേ കിച്ചുവിന് വേണ്ടി ഒരുപാട് നല്ല മനസ്സുകൾ കനിഞ്ഞു തന്ന ആ വീട്, ആ സ്ഥലം, അത് ഒരിക്കലും ഉപേക്ഷിക്കരുത്. അത് കിച്ചുവിൻ്റെ അച്ഛനോടുള്ള സ്നേഹവും കരുതലും, ആ അച്ഛന് കൊടുത്ത ആ സ്നേഹവും, അച്ഛനെ ഇഷ്ടപ്പെട്ട അതെല്ലാമാണ്. സുധിക്ക് കൊടുത്ത ഏറ്റവും വലിയൊരു സമ്മാനമാണ് ആ വീട്. അപ്പോൾ രേണുസുധിയെ വെറുതെ ഒരു കണ്ടന്റാക്കി ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് പല വിഷയങ്ങളും വിട്ടുകളയുന്നത്. പക്ഷേ ഇത് കിച്ചുവിൻ്റെ ഒരു വിഷയമായതുകൊണ്ട് കിച്ചു പങ്കുവച്ച വീഡിയോയിൽ 1-2 പോയിന്റുകൾ പറയേണ്ടതായിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.